അപ്പോൾ ഇന്ന് നമുക്ക് പനീർ മസാല കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് മെൽറ്റാകുമ്പോൾ അതിലേക്ക് പനീർ ചേർത്ത് ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് മീഡിയം ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക, ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി. ഇനി ഇതേ പാനിലേക്ക് 3 സവാള ഇട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളക്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 5 തക്കാളി, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് 7 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെക്കുക. ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഫൈനാക്കി അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു വയനില, ഒരു നുള്ളു പെരുംജീരകം, 3 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട ഇതെല്ലാം മൂത്ത് വരുമ്പോൾ തന്നെ തക്കാളിയുടെ അരപ്പ് ചേർത്ത് ലോ ഫ്ലെയിമിലാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വീതം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് അരപ്പിലുള്ള വെള്ളം കുറഞ്ഞു വരുന്നത് വരെ ഒന്ന് അടച്ച് വെക്കുക. കുറഞ്ഞു വരുമ്പോൾ കൈവിടാതെ ഇളക്കി ഈ ഒരു കളറാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, 1/4 kg റോ ഗ്രീൻ പീസ്, 2 ഗ്ലാസ് വെള്ളം, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് 3 മിനിറ്റ് വരെ അടച്ച് വെക്കുക. വെന്ത ശേഷം ഇതിലേക്ക് വെള്ളം കളഞ്ഞെടുത്ത് പനീരിട്ട് 2 മിനിറ്റ് വരെ വെക്കുക. കുറുകിയതുപോലെ ആകുമ്പോൾ കുറച്ച് കസ്തൂരി മീറ്റി, 1/4 ടീസ്പൂൺ ഗരം മസാല, മല്ലിയില ചേർത്ത് തിളയ്ക്കുമ്പോൾ പനീർ മസാല കറി റെഡി. ചപ്പാത്തി, പൊറോട്ട, അപ്പം എന്നിവയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കൂടുതൽ കുക്കിംഗ് ആൻഡ് ഹെൽത്തി റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സി യു.